ശ്ലീഹ ഏഴാം ശനി. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാൾ. പത്രോസിനെ ശിഷ്യമുഖനായി നിയോഗിക്കുന്ന സുവിശേഷ ഭാഗമാണ് നാം ഇന്ന് വായിച്ചു കേട്ടത്. ശിഷ്യത്വം എന്നത് യേശുവുമായുള്ള സ്നേഹബന്ധമാണ്. ഞാൻ നിങ്ങളെ സ്നേഹിതരെന്ന് വിളിച്ചു. എന്നാൽ നമുക്ക് യേശു ആരാണ്? യേശു നമ്മെ സ്നേഹിക്കുന്നത് പോലെ അവിടുത്തെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഉവ്വ് എന്നാണ് ഉത്തരമെങ്കിൽ വലിയ ഉത്തരവാദിത്വവും വെല്ലുവിളിയുമാണ് നാം ഏറ്റെടുക്കേണ്ടി വരിക. ഇവരെക്കാൾ അധികമായി എന്ന ചോദ്യത്തിനർത്ഥം ലോകബന്ധങ്ങളെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് തന്നെയാണ്. സർവവും യേശുനാഥനായി സമർപ്പിക്കുവാൻ നിനക്ക് കഴിയുമോ എന്നാണ് അർത്ഥം. പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ ജീവിതം തുറന്ന സത്യസന്ധമായ ഒരു പുസ്തകമായി നമ്മുടെ മുൻപിലുണ്ട്. ആരൊക്കെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയല്ല എന്നും നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് എന്നൊക്കെ വീമ്പ് പറഞ്ഞിട്ട് 3 തവണയാണ് തള്ളിപ്പറഞ്ഞത്. പക്ഷേ യേശുവിൻ്റെ ഒറ്റ തിരിഞ്ഞു നോട്ടത്തിലൂടെ അവൻ്റെ ഉള്ളുപടഞ്ഞു. പൗലോസാകട്ടെ ഓരോ ക്രിസ്തു ശിഷ്യരെയും വധിക്കാനിറങ്ങി പുറപ്പെട്ടവനാണ്. നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ എന്ന് കേട്ടതും അവനും പരിപൂർണ മാനസാന്തരത്തിനുടമയായി. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്ന ലാഭവുമാണ് എന്ന് പറഞ്ഞ അവർ അവന് വേണ്ടി ജീവനർപ്പിക്കുകയും ചെയ്തു. മരിക്കുന്നതിനു മുമ്പ് തങ്ങളുടെ ജീവിതാനുഭവം എഴുതിവെച്ച ലേഖനത്തിലെ ഓരോ വരിയും ഇന്നും ഓരോ യേശു ശിഷ്യനും പ്രചോദനമായി നിലകൊള്ളുന്നു. ബലഹീനതകളെ ബലമാക്കി മാറ്റിയ 2 വിശുദ്ധരാണ് പത്രോസും പൗലോസും. ലോകമുള്ളിടത്തോളം കാലം യേശുവിൻ്റെ ഏറ്റവും അടുത്ത അനുയായികളായി അവർ അറിയപ്പെടുകയും ചെയ്യും.